ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഈ അടുത്ത് വന്ന കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിത്തുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇതിൽ കുറച്ച് മിത്തൊക്കെ നമ്മൾ വേറെ വീഡിയോ അപ്ഡേറ്റ് വരുന്നതിലുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മിത്ത് സ്റ്റാർട്ട് ചെയ്യാം. മിത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ എടുത്തിട്ട് 2000 അടിക്കും. 2000 അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റെഡ് കളർ റോൾസ് റോയ്സ് പ്രീമിയം കാർ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റോൾസ് റോയ്സിൻ്റെ കളറൊക്കെ മാറ്റാം. ഗാലറി സിമ്പിൾ പിടിച്ച് വയ്ക്കിയാൽ മതി. ഞാനിപ്പോൾ ഇനി ചേരുന്ന ഒരു കളർ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്ലാക്ക് എടുത്ത് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം ഗൈസ്. പിന്നെ ഗൈസ്, നമ്മുടെ ഗെയിമിൽ എടുത്തിരിക്കുന്ന ഈ പുതിയ റോഡിൻ്റെയും ആ ഒരു പുല്ലിൻ്റെ ടെക്സ്ചർ മോഡ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ പ്ലഗിൻ വഴി ഇതാണ്, പ്ലഗിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് മിത്തിലേക്ക് വരാം. മിത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇതെടുത്തിട്ട് എന്നിട്ട് നിങ്ങൾ ഫോൺ എടുക്കണം. ഫോൺ എടുത്തിട്ട് 10 അടിക്കണം. 10 അടിച്ചിട്ട് ബഫലോണെ വിളിക്കണം. ബഫലോണെ വിളിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൺ എടുക്കണം. ഞാൻ ഇപ്പോൾ മെഷീൻ ഗണ്ണാണ് എടുത്തിട്ട്. എന്നിട്ട് ബഫലോനെ എയിം ചെയ്യണം. എയിം ചെയ്തിട്ട് അതിനെ ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്ത് കുത്താൻ വരുന്ന നേരം നിങ്ങൾ കാറിൽ കയറണം. നേരെ നിങ്ങളെ കുത്തി താഴോട്ടിടുന്നതായിരിക്കും. അന്നേരം നിങ്ങൾ ഇരുന്ന് ഏറി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാറിൻ്റെ സ്റ്റിയറിംഗ് പിടിച്ച്. ഇത് വളരെ നല്ല മിത്താണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി മിത്താണ്. നമ്മുടെ സ്റ്റിയറിംഗ് ഇരുന്നിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത മിത്ത് നോക്കാം. അടുത്ത മിത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈൽ ഫോൺ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ബൈക്ക് വിളിക്കുക. ഞാനിപ്പോൾ ഇവിടെ മഹാ വിമാക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കളറൊക്കെ മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഭംഗിക്ക് RGB കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇൻഫിനിറ്റ് ഹെൽത്ത് ആക്ടിവേറ്റ് ചെയ്യണം. ഇൻഫിനിറ്റ് ഹെൽത്ത് 9129 ആണ് അതിൻ്റെ ചീറ്റ് കോഡ്. എന്നിട്ട് നിങ്ങൾ സ്കൈഫോൾ ചെയ്യണം. സ്കൈഫോളിൻ്റെ ചീറ്റ് കോഡ് 1120 ആണ്. ഞാനിപ്പോൾ ഇവിടെ 1120 ഒക്കെ അടിച്ചിട്ടുണ്ട്. ടിക്ക് കൊടുത്ത അതേ നേരം തന്നെ ഞാനിപ്പോൾ ബൈക്കിൽ കയറിയിട്ടുണ്ട്. അന്നേരത്തേക്ക് നിങ്ങൾ സ്കൈഫോൾ ചെയ്തിട്ട് ബൈക്കിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഏറി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഷൂസ് ഇപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും. ഷാഡോയും താഴെ കാണാൻ പറ്റുന്നതായിരിക്കും. വളരെ നല്ല മിത്താണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ആ ഒരു RGB കളറുമായിട്ടൊക്കെ പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത മിത്ത് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത മിത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മൊബൈൽ ഫോൺ എടുക്കണം. എന്നിട്ട് 1210 എന്നടിക്കണം. ബാക്ക് സീറ്റുള്ള ഏതെങ്കിലും ബൈക്ക് വിളിച്ചാൽ മതി. നമ്മുടെ മൾട്ടിപ്ലയർ മോഡിൻ്റെ ഒരു മിത്താണ്. അപ്പോൾ ബാക്ക് സീറ്റുള്ള ഏതെങ്കിലും ഒരു ബൈക്ക് വിളിക്കുക. മൾട്ടിപ്ലയർ മോഡ് ഫീച്ചറുള്ള ഏതെങ്കിലും ഒരു ബൈക്ക് വിളിക്കുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ഒതുക്കുക. വണ്ടി ശല്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഒതുക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ ഹോഴ്സിനെ വിളിക്കുക. ഹോഴ്സിൻ്റെ ചീറ്റ് കോഡ് 200 ആണ്. അന്നേരം നിങ്ങൾ ആ ഹോഴ്സിൻ്റെ ബൈക്കിനെ അടുപ്പിച്ച് വെച്ചിട്ട് ഹോഴ്സിൻ്റെ ബൈക്കിനെ കൂടെ ഒരുമിച്ച് കയറാനുള്ള ഒരു ഇത് വരും. അന്നേരം നിങ്ങളത് കയറുമ്പോഴത്തേക്കും ഫ്രാങ്ക്ലിൻ താഴോട്ട് പോകുന്നതായിരിക്കും. അന്നേരം നിങ്ങളുടെ ബൈക്കിൽ ഇൻവെസിബിളായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു മിത്താണ്, ഇൻവെസിബിളായിട്ട് പോകുന്ന ബൈക്കിൽ. പക്ഷേ ഇത് പണ്ടുണ്ടായിരുന്നൊരു മിത്താണ്. പക്ഷേ നമ്മൾ മൾട്ടിപ്ലയർ മോഡിൻ്റെ പുതിയ മിത്ത് വന്ന് അതുകൊണ്ട് നമ്മൾ ആ ഫോണിൻ്റെ ഐക്കണിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ NPC ബാക്കി ഇരിക്കുന്നതായിരിക്കും. അപ്പം ഈ ഫ്രാങ്ക്ലിൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ NPC ബാക്കി ഇരുന്ന് ഫ്രാങ്ക്ലിനെ പിടിക്കുന്നതായിട്ടാണ്. ഇതിപ്പോൾ ഇൻവെസിബിളായിട്ടാണ് ബൈക്ക് ഓടുന്നത്. പുറകിൽ നോക്കുമ്പോൾ നമ്മുടെ മച്ചാൻ ബൈക്ക് ഓടിക്കുന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത മിത്ത് നോക്കാം. അടുത്ത മിത്തിന് വേണ്ടി നിങ്ങൾ ഡ്രാഗൺ വിളിക്കണം. ഡ്രാഗൻ്റെ ചീറ്റ് കോഡ് 0701 ആണ്. അന്നേരം അതിലൊരു NPC നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നതായിരിക്കും, ഒരു ഗേൾ NPC. അപ്പം എന്നിട്ട് നിങ്ങൾ ബഫല്ലോ വിളിക്കുക. ബഫല്ലോ വിളിച്ചിട്ട് നിങ്ങൾ മെഷീൻ ഗണ്ണും വെച്ച് അതിനെ ഷൂട്ട് ചെയ്യുക. ഞാൻ ഏതെങ്കിലും ഗണ്ണെടുത്താൽ മതി. എനിക്കിപ്പോൾ എൻ്റെ ഫേവറേറ്റ് മെഷീൻ ഗണ്ണാണ്. ഞാൻ മെഷീൻ ഗണ്ണെടുത്ത് എന്നിട്ട് ബഫല്ലോ കുത്താൻ വരുമ്പം തന്നെ നിങ്ങൾ കയറുക. അന്നേരം നിങ്ങൾ ഉടൻ തന്നെ ഈ ഗെയിമിൻ്റെ അകത്തുള്ള ഭൂമിയിലടിയിലേക്ക് പോകുന്നതായിരിക്കും. അന്നേരം NPC മാത്രമായിട്ട് ഡ്രാഗനെ ഓടിക്കുന്ന കാണാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു കളിക്കകത്ത് നിങ്ങൾക്കിനി ഇറങ്ങാൻ പറ്റത്തില്ല. NPC ഡ്രാഗനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഞാൻ ഇവരുടെ ഡ്രാഗനും കാര്യങ്ങളൊക്കെ ഓടിച്ചു പോകുന്നുണ്ട്. വളരെ നല്ല മിത്താണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അടുത്ത മിത്ത് നോക്കാം. അടുത്ത മിത്തിനെ ഞാനിപ്പോൾ ആദ്യം വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ വെലോക്രാപ്റ്റർ എന്ന് പറയുന്ന ഒരു ഡൈനോസറിനെ വിളിക്കണം. അതിൻ്റെ ചീറ്റ് കോഡ് 5050 ആണ്. അപ്പം നിങ്ങൾ 5050 അടിച്ചിട്ട് വെലോക്രാപ്റ്ററിനെ വിളിക്കണം. ഇതാണ് നമ്മൾ വെലോക്രാപ്റ്റർ. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ബഫലോനെ കൂടെ വിളിക്കണം. നമ്മൾ നേരത്തെ ആ ഡ്രാഗന് ചെയ്ത പോലെ തന്നെ ബഫലോനെ കൊണ്ടും വിളിക്കണം. അന്നേരം നിങ്ങൾ ഇഷ്ടമുള്ള ഗൺ എടുക്കുക. എൻ്റെ ഫേവറേറ്റ് ഗൺ മെഷീൻ ഗണ്ണാണ്. നിങ്ങൾ ഏതാണ്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടിച്ചിട്ട് തന്നെ അന്നേരം തന്നെ ഞാൻ ടീറക്സ് നമ്മുടെ വെലോക്രാപ്റ്ററിൻ്റെ മണ്ട കയറിയിട്ടുണ്ട്. അന്നേരം നമ്മുടെ കൺട്രോളിൽ ഇപ്പോൾ ആ ഡൈനോസർ വരും. വളരെ നല്ല ഫീച്ചറാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മിത്ത് വരുന്നത്.
ഗൈസ് നമ്മുടെ ഗെയിമിൽ പുതിയ അപ്ഡേറ്റ് വന്ന എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ ആ അപ്ഡേറ്റിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സന്ദർശിച്ചാൽ മതി. എല്ലാ വീഡിയോസും അവിടെ കിടപ്പുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്കിനി ഓരോരോ വീഡിയോസും ചെയ്യാനുള്ള ശക്തി തരുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഓടിപ്പോയി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.